എന്താണ് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഗർഭത്തിന്റെ ലക്ഷണമാണ്. അല്പ പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ, ഇവരെല്ലാം വേഗം വാർഡിലേക്ക് കൊണ്ടു പോണം. ഒന്നും പറഞ്ഞു പോലുമില്ല, എന്താണെന്നൊന്ന് പറഞ്ഞും കൂടെ ഇല്ല. ഓ, എന്നാലും അവൾ ഒപ്പിച്ചോണ്ട് ആളോടി വന്നത് ഭയങ്കര. പിന്നെ പഴയ പോലെ ഓടിച്ചാടി നടന്ന ശരീരം ഒന്നും അളക്കരുത്. എന്താണ് ഡോക്ടർ സാറേ വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. അധികം യാത്രയൊന്നും ചെയ്യണ്ട. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് തരാം. അപ്പോഴേ എന്താ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു? ചുമ്മാ ഇരിക്കുക വിട്ട. ഇതാ ടാബ്ലറ്റ്. മേനോൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയാ നടക്കും തോന്നുന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞാ എവിടെയും കറങ്ങാതെ നേരെ വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ കരുതി മേനോൻ ചേട്ടന്റെ പേര് വീരരാഘവ മേനോൻ എന്നാണെങ്കിലും വീട്ടിൽ വന്ന ശാന്തരാഘവ മേനോനായിട്ട് മാറും. അത് രവി എന്നെ ഒന്ന് വാരിയതാണല്ലോ. ആ, സൂപ്രണ്ട് സാർ വന്നു തോന്നുന്നു. അല്ല ഇതാര്? നിങ്ങളെപ്പോ വന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. മേനോൻ ചേട്ടനെ കണ്ടു പോകാന്ന് കരുതി. ഇവർ കാപ്പി കൊടുത്തു ശാന്തം? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പോട്ടെ എടുത്തി, പറഞ്ഞതൊക്കെ മറക്കരുത്. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. വരട്ടെ. ഓക്കെ, വരട്ടെ. നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അതെങ്ങനെ വാങ്ങിക്കാനാ? കാലത്ത് ചെന്നപ്പോ മുതലേ ഏടാകൂടങ്ങളാ. അവിടെ ജോലിയില്ലാതെ നിൽക്കുന്ന എത്രയോ പോലീസുകാരുണ്ട്. അവരെ ആരെ കൊണ്ടെങ്കിലും വാങ്ങിപ്പിക്കാമായിരുന്നില്ലേ? അവന്മാരെ അയച്ചാ ഒത്തിരി മുതലാവും. കൊടുത്തയക്കുന്നതിന്റെ പകുതി അവന്മാര് കക്കും. അതിലും ഭേദം അവിടെ കിടക്കുന്ന ഏതെങ്കിലും കള്ളന്മാരെ അയക്കുന്ന. അവന്മാരാകുമ്പം ഈ പോലീസുകാരെ പോലെ നക്കാപ്പിച്ച കാശ് മോഷ്ടിക്കല. അതെങ്ങനെയാ? നിങ്ങളൊക്കെ അല്ലേ മാർഗദർശികള്. പോകാൻ രവിട്ട, സമയം ഒരുപാടായി. ശാന്തടുത്ത് കാണണ്ട. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങിയെടുത്ത് നടന്നാലേ എന്നെ വഴക്ക് പറയാ. ശാന്തടുത്ത് ചോദിച്ചാ രവിയിട്ട് നിർബന്ധിച്ചിട്ടാണെന്നേ ഞാൻ പറയൂ. അതിനിപ്പോഴേ റെസ്റ്റ് എടുക്കണം. മാസത്ര കിടക്കുന്നു. ഈ രവിയേട്ടന് ഒന്നും അറിഞ്ഞൂടാഞ്ഞിട്ടാ. അത് ഞാൻ പ്രസവിച്ചിട്ടില്ല. ആ, ഒരു കാര്യം പറയാൻ മറന്നു. മുത്തശ്ശിയുടെ കത്തുണ്ടായിരുന്നു. എന്താ നാട്ടിലെ വിശേഷം? എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകാനുള്ള മാസക്കണക്ക് നോക്കിയിരിക്കത്രേ. പിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാ ഇവിടെ ഞാൻ ഒറ്റക്കാവില്ലേ? നിനക്ക് പോണമെന്നുണ്ട്. രവിയേട്ടനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരൂ. പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരുടെ അവകാശമോ? എന്ത് അവകാശമായാലും കൊള്ളാം. ഇവിടെ ആവുമ്പോ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും ഒക്കെയാണ്. ആദ്യത്തെ മണിക്കൂട്ടന്റെ പ്രസവം ഇവിടെ, സെക്കൻഡ് മണിക്കൂട്ടിയുടെ പ്രസവം അവിടെ. എല്ലാം രവിയേട്ടന്റെ ഇഷ്ടം. ആ, പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് ഉള്ളന്നൂലും മറ്റും വാങ്ങാനുണ്ട്. വെറുതെ ഇരിക്കുമ്പോ കുട്ടിയുടുപ്പ് തന്നെയാ. മണിക്കുട്ടനോ അതോ മണിക്കുട്ടിക്കോ? കുട്ടിയുടുപ്പ് മണിക്കുട്ടനും മണിക്കുട്ടിക്കും ഇടാം. രണ്ടെണ്ണം. ഇന്ത്യയൊക്കെ വണ്ണം കുറയുന്നില്ലല്ലോ. അതെങ്ങനെ പറയാനാ? നമ്മുടെ റേഷനല്ലേ തിന്നുന്ന. ഒരു പുതിയ സാധനം വരുന്നുണ്ട്. എന്താ പേര്? രജനി. എന്ത് തെറ്റ് ചെയ്തിട്ടാ രജനി ഇവിടെ? എന്താ ഇവിടെ? ജോലി
ശ്രീദേവിക്ക് ഇവിടുന്ന് പുറത്തു പോയാൽ പുതിയൊരു ജീവിതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക്, രജനിക്ക് എത്ര വർഷത്തെ ശിക്ഷയാ? ഒരു നിമിഷത്തെ ശിക്ഷ. മനസ്സിലായില്ലല്ലേ? ശിക്ഷകളിൽ ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ. തൂക്കുമരവും കാത്തുകിടക്കുന്ന കൊലയാളിയാണ് ഞാനിന്ന്. ഇരട്ട കൊലപാതകം. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള വിശ്രമ സമയമാണ് എനിക്കിപ്പോ. ഒരു കണക്കിന് ജീവപര്യന്തത്തേക്കാൾ സുഖമുള്ള ശിക്ഷയാണ് വധശിക്ഷ. വർഷങ്ങളോളം ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് ആത്മപീഡനം അനുഭവിക്കേണ്ടല്ലോ. ഇനി 5 മാസം 5 ദിവസം. സെപ്റ്റംബർ 15-ാം തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രജനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എന്റെ ഭർത്താവിനെയും രണ്ടാനമ്മയെയും വെട്ടിക്കൊന്നു. ശ്രീദേവിക്കറിയാമോ, ഞങ്ങളുടേതൊരു പ്രേമവിവാഹമായിരുന്നു. നീണ്ട 5 വർഷത്തെ ദൈവികമായ പ്രേമത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത്. മകളുടെ ഭർത്താവിന് സ്വന്തം മകനായും ഭാര്യയുടെ അമ്മയെ സ്വന്തം അമ്മയെയും കരുതണമെന്നല്ലേ നമ്മുടെ ആചാരം. പക്ഷെ എന്റെ ഭർത്താവിനും രണ്ടാനമ്മയ്ക്കും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോ ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാഴ്ചയാണ് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ ഒന്നും ഓർത്തില്ല. കയ്യെ കിട്ടി കൊടുവാളെടുത്ത് വെട്ടി രണ്ടിനെയും കൊന്നു. എന്റെ വാച്ച് എവിടെ? ശാന്തമ്മേ, ഇതെവിടെ കൊണ്ട് വെച്ചു? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്റെ വാച്ച് കണ്ടോ? വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത്? കണ്ണു തുറന്ന് നോക്ക്. എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. അയ്യോ, എന്റെ വാച്ചും കാണുന്നില്ല, ഹാൻഡ് ബാഗും ഇല്ല. ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപയും അതിലുണ്ടായിരുന്നു. എന്റെ ബാഗിലും ഉണ്ടായിരുന്ന രൂപ. ഇത് ആരെടുക്കാൻ? അയ്യോ, നീ ഇത് കണ്ടോ? ഇത് കള്ളം കയറിയതാണല്ലോ. നീ ആ സ്വർണ്ണപ്പട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി? അതൊക്കെ എവിടെയുണ്ട്? ചേടാ, നാണക്കേടായല്ലോ. ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കള്ളം കയറിയ നാളെ പത്രക്കാരെഴുതുമല്ലോ. നിങ്ങൾക്ക് പത്രക്കാരറിയുന്നല്ല വിഷമം. പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക്. പോയതങ്ങ് പോട്ടെ ശാന്തമ്മേ. നാട്ടുകാരറിഞ്ഞ എനിക്കാ കുറച്ചില്. അല്ല, കക്കാൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയിൽ സൂപ്രണ്ടെന്ന നെയിം ബോർഡ് കണ്ടു കാണില്ല. കണ്ടെങ്കിൽ അവൻ കയറില്ലായിരുന്നു. പിന്നെ കക്കാൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത്. നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ. ശരി. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ രാത്രിയോ? വാച്ചും രൂപയും മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുത്തനെ പിടികിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കും. നമ്മുടെ സ്ഥിരം ലിസ്റ്റിൽ പെട്ടതാ. വാച്ച് പരം. വാച്ചും രൂപയും മോഷ്ടിക്കുന്നത് അവന്റെ പ്രധാന ഹോബി. ശരി സർ. ഏതായാലും ഞാൻ അവനെ ഒന്നുകൂടെ ചോദ്യം ചെയ്ത് നോക്കാം. യെസ് സർ. ഓക്കെ. എഴുന്നേക്കടാ. അമ്മച്ചിയാണോ? ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തിട്ടില്ല അല്ലേ? ജോർജ് സാർ. ഇവിടെ നീങ്ങിക്കടാ. നീയാണോടാ ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി വാച്ചിന്റെ രൂപയും മോഷ്ടിച്ചത്? ഇല്ല സാർ. സാറാണോ സത്യം? ഇല്ല സാർ.
എനിക്കെന്തിനാ സാർ വാച്ച്, എനിക്കെന്തിനാ സാർ രൂപ? ഞാൻ വെറും ഒരു പാമരനാം പാന്തൻ. ഛേ, നിർത്തടാ. ഇവനെ ശരിക്ക് ചോദ്യം ചെയ്തില്ലേ? ഇവനെ ഞങ്ങൾ ശരിക്കും പെരുമാറിയത് സാർ, എന്നിട്ട് ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. ആ, അയ്യോ നീ സത്യം പറയില്ലടാ. അയ്യോ, അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സാർ. ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും. ഈ ലോകം തന്നെ സത്യമല്ല, മിഥ്യയാണ് സാർ. പാലിക്കാനായി ഭുവനമഖിലം പൂതലേ ചാതലായി. നിന്നെ എത്ര തല്ലിയാലും നീ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്റ്റൂൾ ഇങ്ങനെ എടുത്ത് വെക്കാം. ഇതെന്തിനാ സാർ? എനിക്ക് വേണ്ട സാറിന്റെ മുമ്പിൽ ഞാൻ എന്നോളാം. ശരിയാ. കിട്ടിയോ ജോർജ്? കിട്ടി. ആ, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ 30 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. അയ്യോ, റമ്മോ? കുടിക്ക. വേണ്ട സാർ, ഇനിയും എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. ഈ റം എനിക്ക് തരരുത്. ഇവൻ അകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും. കുടിക്കടാ. തൊടാൻ കുറച്ച് അച്ചാറ് കിട്ടുമോ? നിന്റെ അച്ചാർ ബാക്കിയോടെ കുടിക്കടാ. എടാ, നീയാണോ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്? സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന്? പിന്നല്ലാതെ ജയിൽ സൂപ്രണ്ട് എന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് അതേടാ, കയറണം. കേറി പഠിക്കാൻ പറ്റിയ സ്ഥലം എങ്ങനെയാ നീ വീട്ടിൽ കയറിയത്? പറയാം. ആദ്യം ഞാൻ ടെറസിൽ കയറി, അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രണ്ട് സാറിന്റെ മുറി ഇറങ്ങി. എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു, പിന്നെ പേഴ്സ് എടുത്തു. അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു, കൊച്ചമ്മയുടെ പേഴ്സ് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരുമ്പോ വേറെ ഒന്നും എടുക്കത്തില്ല. വാച്ച് എനിക്കൊരു ക്രൈസാ, പേഴ്സ് എനിക്കൊരു ഹോബി. നിന്റെ ഒരു ക്രേസും ഹോബി. ഒന്ന് ചുമ്മാ എഴുതി സാറേ. ആ പിന്നെ സാറേ, ഈ സൂപ്രണ്ട് സാർ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളന്മാരും വന്ന് വിലപിടിപ്പുള്ള സ്വർണമോ മറ്റോ എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും? പോകന്നെ. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല. നീ അവിടെ നിർത്ത സാധനങ്ങളൊക്കെ എവിടെയാടാ? സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. എടാ, നിന്നോടാ ചോദിച്ചത്. ആ, അത് പറയണമെങ്കിൽ ഊതാതെ അക്കാര്യം പറയണമെങ്കിൽ എനിക്കൊരു ഹാഫും കൂടെ മേടിക്കുക.